കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ED ഓഫീസിൽ ഹാജരായി. തന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയില്ല. ED ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ബിജു മാധ്യമങ്ങളോട് പറഞ്ഞു. എന്താണെന്നറിയില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല 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 ആദ്യമായിട്ട് നോട്ടീസ് തരും. അതെ അതെ, നേരത്തെ നോട്ടീസ്. അത് നിങ്ങൾ വാർത്ത കൊടുത്താൽ മാത്രമേ ഉള്ളൂ. വിളിക്കുമ്പോൾ പോകുമെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അന്വേഷണ കമ്മീഷനുമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിധിൻ, PK ബിജു ഹാജരായിരിക്കുന്നു. PK ബിജുവിൽ നിന്ന് എന്തെല്ലാമാണ് ഇടിക്ക് അറിയേണ്ടതായിട്ടുള്ളത്? ഈ ആരോപണങ്ങളിൽ PK ബിജുവിൻ്റെ ഒരു ബന്ധവും കണക്ഷനും എന്താണ് ഇതിനു മുമ്പ് ED പറഞ്ഞു കേട്ടിട്ടുള്ളത്? ഇതിപ്പോൾ ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടി നേരത്തെ തീരുമാനിച്ചതാണല്ലോ. ആ നിലക്ക് MM വർഗീസ് ഹാജരാകുന്നുമില്ല, PK ബിജു ഹാജരാവുകയും ചെയ്യുന്നു. എന്താണ് പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്? സൈഫുദ്ദീൻ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ED ആവശ്യപ്പെട്ടതനുസരിച്ചാണ് PK ബിജു ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ഈ PK ബിജു ഹാജരാകുമെന്ന് നേരത്തെ തന്നെ ED നമ്മളെ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഹാജരായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ ED തന്നെ വിളിപ്പിച്ചത് എന്തിനാണ് എന്ന് അറിയില്ല എന്നാണ് PK ബിജു പറയുന്നത്. തന്നെ നേരത്തെ നോട്ടീസ് നൽകി നേരത്തെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടില്ല. ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് മുഖ്യപ്രതിയായ സതീഷ് കുമാറുമായി സാമ്പത്തിക ഇടപാടുകൾ PK ബിജുവിന് ഉണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ കമ്മീഷനിൽ ഈ PK ബിജു അംഗമാണ്. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അത് EDക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന് നേരത്തെ ED ആവശ്യപ്പെട്ടിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ PK ബിജു മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഒരു ആവശ്യപ്പെട്ടിട്ടില്ല, അത്തരം രേഖകൾ ഹാജരാക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, അത്തരം രേഖകൾ ഹാജരാക്കില്ല എന്നാണ്. തന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയില്ല, നേരത്തെ അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടില്ല. MM വർഗീസിനെ നേരത്തെ പലതവണ നോട്ടീസ് നൽകി ED ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇമെയിലിൽ കൂടി മറുപടി നൽകിയത് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ചുമതലകൾ ഉള്ളതിനാൽ ഹാജരാകാനാകില്ല എന്നാണ്. അപ്പോൾ ഇന്നലെ ആ ആവശ്യം നിരാകരിച്ചുകൊണ്ട് വീണ്ടും ED അദ്ദേഹത്തോട് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക്, നേരത്തെ പലതവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാക്കാതിനാൽ കടുത്ത നടപടികളിലേക്ക് ED കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഏതായാലും PK ബിജു ഇപ്പോൾ ഹാജരായിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ED ഓഫീസിനകത്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തുടങ്ങും. മുഖ്യപ്രതി സതീഷ് കുമാറുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ ഈ അന്വേഷണ കമ്മീഷനുമായ റിപ്പോർട്ടുകൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും EDയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇത്തരം അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ, പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും PK ബിജുവിനെ അല്പസമയത്തിന് ചോദ്യം ചെയ്യാൻ തുടങ്ങും. സൈഫുദ്ദീൻ, മുഖ്യപ്രതി സതീഷ് കുമാറുമായുള്ള PK ബിജുവിന്റെ ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, ഇക്കാര്യങ്ങളിലൊക്കെയാണ് PK ബിജുവിനെതിരെ ആരോപണങ്ങൾ ഉള്ളത്. അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയായിരിക്കണം PK ബിജുവിനെ ED വിളിപ്പിച്ചിട്ടുള്ളതായാലും